തൃത്താലയുടെ സ്വാഭാവിക നീരുറവകളെ വീണ്ടെടുത്തും ജലാശയങ്ങളെ സംരക്ഷിച്ചും ലോക ശ്രദ്ധ നേടുകയാണ് തൃത്താല മണ്ഡലം. സുസ്ഥിര തൃത്താല എന്ന വലിയ ലക്ഷ്യത്തിനായി 4 കോടി രൂപ ചെലവഴിച്ചുള്ള ബൃഹത്തായ സമഗ്ര നീർത്തട പദ്ധതിയാണ് ഇവിടെ വിജയകരമായി നടപ്പിലാക്കിയത്. നീലപ്പട്ടുടുത്ത ജലാശയങ്ങൾ, പ്രകൃതിയുടെ തണലിൽ പുനർജനിച്ച നീരുറവുകൾ, തൃത്താലയുടെ മണ്ണിൽ തെളിനീരിന്റെ ഒരു പുത്തൻ ചരിത്രം കുറിക്കപ്പെടുകയാണ്. ഒരു കാലത്ത് മാലിന്യം നിറഞ്ഞ് കാടുപിടിച്ച് നാശത്തിന്റെ വക്കിലായിരുന്ന തൃത്താലയിലെ ജലാശയങ്ങൾ ഇന്ന് അതിമനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. നവീകരിച്ച കുളങ്ങളുടെ വൈറലായ ആകാശ ദൃശ്യങ്ങൾ കേരളമാകെ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. കേവലം നവീകരണത്തിനപ്പുറം നാടിന്റെ ഭൂഗർഭജല വിതാനം ഉയർത്തുന്നതിൽ സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് ഈ പദ്ധതി വഴി നടന്നത്. ഇതിന്റെ ഭാഗമായി 600 കിണറുകൾ റീചാർജ് ചെയ്യുകയും 436 പുതിയ കിണറുകൾ നിർമ്മിക്കുകയും ചെയ്തു. ചേട്ടപ്പ നാട്ടിലെ കുളമൊക്കെ ഇപ്പൊ നവീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ എന്താണ് പറയാനുള്ളത്? MP രാജേഷിൻ്റെ ഇലക്ഷൻ വർക്കിൻ്റെ ആയിട്ട് 4-5 വർഷം മുന്നേ ഇവിടെ ഫസ്റ്റിൽ വന്നപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചത് ഈ ചെറകുളത്തിൻ്റെ നവീകരണമാണ്. അത് ഈ കുളം മുന്നേ ഇങ്ങനെയല്ലേ കിടന്നിരുന്നു. 4 വർഷം മുന്നേ ആകെ കാട് പിടിച്ച് കച്ചറ പിടിച്ച് ആകെ വൃത്തികേടായിട്ട് കിടന്നിരുന്നൊരു കുളമായിരുന്നു. ഇത് MP രാജേഷിൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് ഈ കുളത്തിൻ്റെ വികസനം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഈ കുളം വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് ഈ കുളത്തിൽ ഇത്രയും വെള്ളം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ 2 മാസം മുന്നേ ഈ കുളം ഉണങ്ങിയിട്ട് കട്ട വിണ്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ വന്നിരുന്നതാണ്. ഇപ്പോൾ ഒരു പരിധി വരെ ഈ പരിസരത്ത് കുടിവെള്ളത്തിന് ഒരു എന്തെന്നാ പറയുക, ഒരു മിക്കവാറും കിണറ്റിൽ വെള്ളമുള്ള ഒരു അവസരമുണ്ട്. അത് ഈ കുളം നവീകരിച്ച കാരണം തന്നെയാണ്. ഇപ്പോൾ വൃത്തിയായി. അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഈ സൈഡിൽ കംപ്ലീറ്റ് കാട് കെട്ടിയിട്ട് ഈ പന്നിയുടെ ശല്യം കൂടുതലായിരുന്നു. ഇപ്പോൾ പന്നിയുടെ ശല്യമൊക്കെ മാറി നല്ലൊരു കുളമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഈ സൈഡിൽ അടുത്ത ഇതിൽ ഫണ്ട് വെക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ള ആ സൈഡും കൂടി ശരിയാക്കാൻ വേണ്ടി. പ്രകൃതിയെ നോവിക്കാതെ സ്വാഭാവിക നീരുറവകളെ സംരക്ഷിച്ച തൃത്താല ലോകത്തിനു മുന്നിൽ ഒരു വിസ്മയമായി മാറുകയാണ്. കൃഷിക്കും ജലസേചനത്തിനുമായി 110 കാർഷിക കുളങ്ങൾ ഒരുക്കിയതിനൊപ്പം 66 പൊതുകുളങ്ങൾ പൂർണ്ണമായും പുനരുദ്ധരിച്ചു. തൃത്താലയുടെ മണ്ണിൽ ജലസമൃദ്ധി ഉറപ്പാക്കാൻ ഈ പ്രവർത്തനങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. ജലസ്രോതസ്സുകളുടെ ശുദ്ധി ഉറപ്പുവരുത്താൻ ആധുനിക സംവിധാനങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. 139 നീർച്ചാലുകളുടെ നവീകരണത്തിന് പുറമെ 6 വിദ്യാലയങ്ങളിൽ അത്യാധുനിക ജല പരിശോധന ലാബുകളും സ്ഥാപിച്ചു. പഴയ തലമുറക്കാരുടെ ഓർമ്മ പങ്കുവെക്കുന്നതിൽ നിന്നും നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ജലസ്രോതസ്സാണ്. കാലപ്പഴക്കത്ത അതിൻ്റെ പാർശ്വവ്യക്തികൾ ഒഴിഞ്ഞുകൊണ്ടും കൽപ്പടകളും മറ്റും ഒഴിഞ്ഞിട്ടാണ് കൂടുതൽ വിഷജന്തുക്കളടക്കം വിഹരിക്കുന്ന സങ്കേതമായ ഇതിൽ വ്യസനം അല്ലെങ്കിൽ സങ്കടം തോന്നിയ നാട്ടുകാരുടെ നിരന്തരമായ സമ്മർദ്ദം ഉണ്ട്. ഇതിന് മുമ്പ് വന്ന ജനപ്രതിനിധിയോടും മറ്റുള്ള എല്ലാവരും ഞങ്ങളിത് ബോധിപ്പിക്കുകയും അവരാരും അതിനെക്കുറിച്ച് പറയത്തക്ക ബോധം കൊടുക്കുകയോ ചെയ്തു. 2021 അധികാരമൊക്കെ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തദ്ദേശ എക്സൈസ് മന്ത്രിയായ MP രാജേഷ് സാറിൻ്റെ നിരന്തരമായ ഇടപെടലിൽ ബഡ്ജറ്റിൽ 1 കോടി രൂപ വകവെക്കുകയും അത് മങ്ങാട്ടുകുളത്തിന് വേണ്ടി ചെലവാക്കുകയും അതുമൂലം ഈ കുളം വളരെയധികം രാജകീയ പ്രൗഢിയോടെ അത് മാറുകയും ചെയ്തു. ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും വളരെയധികം സന്തോഷം. അതിലുപരി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഉപകാരപ്രദവും ഇതിൽ രാജേഷ് സർക്കാരിൻ്റെ ഇടപെടലിൽ ഞങ്ങൾ വളരെയധികം നന്ദിയും കടപ്പാടും ഒക്കെ. ഈ കുളം അനീതിയായിട്ട് കിടക്കുക, വളരെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കുളമായിരുന്നു. നമ്മളെ MLA മന്ത്രിയായത് കാരണം രാജ്യത്തെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത് ഇത്തരത്തിലെങ്കിലും ആയത്. ഞങ്ങൾക്കതിൽ വളരെ സന്തോഷം.
സുസ്ഥിര തൃത്താല എന്ന ലക്ഷ്യത്തോടെ മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ 181 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ ഈ ജലസേചന പദ്ധതികൾ വെറും വികസനം എന്നതിലുപരി വരും തലമുറയ്ക്കായുള്ള കരുതൽ കൂടിയാണ്. കാണാം ജലസംരക്ഷണത്തിന്റെ ഈ തൃത്താല മോഡൽ. വരും തലമുറയ്ക്ക് കൂടി കരുതി വെക്കാവുന്ന രീതിയിൽ തൃത്താലയുടെ ജലസ്രോതസ്സുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ മന്ത്രി MP രാജേഷിന്റെ ഈ വികസന മാതൃക സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങൾക്കും മികച്ച മാതൃകയാണ് പകർന്നു നൽകുന്നത്. പഴമയുടെ തനിമ ചോരാതെ പുതുമയുടെ കരുത്തുമായി തൃത്താലയിലെ ഓരോ കുളങ്ങളും പ്രകൃതിയുടെ കണ്ണാടികളായി മാറുകയാണ്. പ്രകൃതിയും വികസനവും കൈകോർക്കുന്ന ഈ മനോഹര കാഴ്ച മറ്റു ദേശങ്ങൾക്കും ഒരു മാതൃകയാകട്ടെ. പെണ്ണുകുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.